20th സെഞ്ച്വറി ലിറ്ററേച്ചറിലെ അശോക, ASOK, അശോക എന്ന് പറയുന്നത് സാറ ജോസഫിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പം ഇതിനകത്ത് അശോക എന്ന് പറയുന്ന അശോക മരമാണ്. ആ മരത്തിൻ്റെ പേരാണ് അശോക എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് അശോക ട്രീയും സീതയും കൂടെ കമ്പയർ ചെയ്തൊരു ഇതായിട്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പം ഇതിനകത്ത് അശോക ട്രീയും സീതയും എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് സഫറിങ്, റെസിലിയൻസ്, ഹോപ്പ് ഒക്കെയാണ്. ഈ അശോക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെറ്റഫർ ഫോർ സീതയാണ്. അതായത് ഈ ലങ്കയിൽ എന്താണ് ഇപ്പം ഈ രാമനും മറ്റേ രാവണനും തമ്മിലുള്ള യുദ്ധം ഒക്കെ കഴിയുമ്പം അവിടെ ഫുൾ ഡിസ്ട്രക്ഷനാണ്, എല്ലാം നശിച്ച് നാശമായിരിക്കുമ്പോഴും ലാസ്റ്റ് ആ ഒരു അശോക മരം മാത്രമാണ് ഇതെല്ലാം സർവൈവ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. അപ്പം അതുപോലെയാണ് സീത എന്ന് പറയുന്നു. സീതയാണ് അവിടെ എന്താണ് ഈ സഫറിങ്സ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ലാസ്റ്റ് വരെ അവിടെ നിലനിൽക്കുന്ന വ്യക്തി. അപ്പം ഈ അശോക മരത്തിനെയും സീതയെയും കമ്പയർ ചെയ്ത് ഉള്ളൊരിതാണ്. പിന്നെ ഇതൊരു പോസ്റ്റ് മോഡേൺ റീഡിംഗ് ആണ്. നമ്മൾ ഈ രാമായണത്തിലൊക്കെ പറയുന്ന പോലെ ഈ രാമനെയൊക്കെ ആ ഒരു പുകഴ്ത്തി ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം ഇതിനകത്ത് തുടക്കത്തിൽ സീത എന്താണ് സ്വന്തം ബോഡിയിലേക്ക് നോക്കുകയാണ്. അപ്പം കുറേ നാളായിട്ട് ഈ ഒരു ഗാർഡനിലാണല്ലോ ഈ സീതേനെ, ലങ്കയിൽ ഒരു ഗാർഡനിൽ അവിടെ ഒരു വൃക്ഷത്തിൻ്റെ കീഴിലാണ് സീത താമസിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പം സീതയുടെ ബോഡി ഫുള്ള് എന്താണ് കാരണം ഈ മഴയും വെയിലും എല്ലാം ഒക്കെ സഹിച്ച് ഭയങ്കരമായിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുണ്ട്, സ്കിന്നും അവരുടെ ഫേസും ഹാൻഡ്സും എല്ലാം. അപ്പം സ്വയം ഇങ്ങനെ നോക്കിയിട്ട് സീത തന്നെ സ്വയം നോക്കുകയാണ്. അതുപോലെ അവരുടെ മുടി ഫുള്ള് ഈ ജടയൊക്കെ കെട്ടി ടാങ്കിൾസ് ആയിട്ട് ഡസ്റ്റ് ഒക്കെ പിടിച്ച് അവരുടെ നെയിൽസ് ഒക്കെ ലോങ് ആയിട്ട് വളർന്ന് എന്താണ് ബ്രോക്കണായി, റഫായി, സ്കിന്നൊക്കെ ഡ്രൈ ആയി, സ്കെയിലിങ് എന്താണ് ഈ ഉരിഞ്ഞു പോകുന്ന രീതിയിൽ ഒക്കെ ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് വിഭീഷണൻ വന്നിട്ട്, വിഭീഷണൻ അറിയാലോ ഈ രാവണന്റെ സഹോദരനാണ്, ബ്രദറാണ്. അപ്പോൾ വിഭീഷണൻ എന്താണ് രാവണന്റെ കൂടെ നിൽക്കാതെ യുദ്ധത്തിൽ രാമനെ സപ്പോർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത് രാവണനെതിരെ. രാവണന്റെ ബ്രദറാണ്. അങ്ങനെ രാമനെ സപ്പോർട്ട് ചെയ്ത അവസാനം രാവണനെ വധിച്ച ശേഷം അപ്പം ലങ്കയുടെ പുതിയ രാജാവായിട്ട് വിഭീഷണനാണ് വരുന്നത്. അപ്പം വിഭീഷണൻ വന്നിട്ട് ന്യൂ റൂളർ ഓഫ് ലങ്കയാണ്. അപ്പം പുതിയ റൂളർ ആണെങ്കിൽ കൂടിയും അവിടെ സത്യത്തിൽ ഇപ്പം യുദ്ധത്തിൽ ലങ്ക പരാജയപ്പെട്ടു, രാമൻ ജയിച്ചു, വിഭീഷണൻ രാജാവായി. പക്ഷെ ഒന്നിനും അവിടെ ഒരു സന്തോഷമില്ല. വിഭീഷണൻ രാജാവായെങ്കിലും അദ്ദേഹത്തിനൊരു ആത്മാർത്ഥമായിട്ടൊരു ഹാപ്പിനെസ് ഇല്ല. കാരണം സ്വന്തം ജ്യേഷ്ഠനെ വധിച്ചിട്ടാണ് കൊല്ലാൻ കൂട്ടുനിന്നു. അപ്പം ആ ഒരു ഗിൽറ്റ് അയാളുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ലങ്ക എന്താണ് ഇപ്പം ലങ്കയിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ്. അവിടെയുള്ള സ്ത്രീകളെല്ലാം വിഡോസ് ആയിട്ട് മാറി, അവരുടെ എല്ലാം ഭർത്താക്കന്മാരെല്ലാം യുദ്ധത്തിൽ മരിച്ചു. എവിടെ നോക്കിയാലും നാശവും നഷ്ടവും മാത്രമാണ്. അപ്പം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. സ്റ്റെയിൻഡ് ബൈ ദ ബ്ലഡ് ഓഫ് ബ്രദേഴ്സ്, സ്വന്തം സഹോദരന്മാരെ എല്ലാം എന്താണ് വധിക്കേണ്ട വന്നു, അല്ലെങ്കിൽ അവരെ കൊല ചെയ്യാൻ കൂട്ടു നിൽക്കേണ്ട വന്നു. അപ്പോൾ വിഭീഷണൻ വന്നിട്ട് സീതയെടുത്ത് പറയുകയാണ്, സീത പോയി എന്താണ് ഹാവ് എ ഡിപ്പ് ഇൻ ദ സീ, ആ കടലിൽ പോയെന്ന് കുളിച്ചിട്ട് വരാൻ പറയുകയാണ്. കാരണം രാമൻ സീതയെ കാണാൻ വേണ്ടി വന്നേക്കുകയാണ് യുദ്ധം കഴിഞ്ഞിട്ട്. അപ്പം സീത പറയുന്നു ഇങ്ങനെ തന്നെ രാമനെ കാണാൻ പോവുകയാണ്, അല്ലാതെ ഇവർ പോയി കുളിച്ച് വൃത്തിയായൊന്നും വരുന്നില്ല എന്ന് പറയുമ്പം വിഭീഷണൻ പറയുകയാണ് ഇത് റോയൽ കമാൻഡാണ്, രാജാവിൻ്റെ ആജ്ഞയാണ്, അത് പാലിക്കണം എന്നുള്ളത്. അപ്പം ഇവിടെ ഒരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് പോലെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എന്താണ് സീത ചേസ്റ്റ് ആണ്, അവര് എന്താണ് പ്യുവറാണ്. അവരുടെ ലങ്കയിൽ അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ലങ്കയിൽ വന്നതും അവരെ തട്ടിക്കൊണ്ടുപോയതും അവിടെ താമസിച്ചതും ഇതെല്ലാം സഫർ ചെയ്തതും ഒക്കെ സീതയാണ്. പക്ഷേ ലാസ്റ്റ് ഈ ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം സീതേനെ ഇമ്പ്യൂർ ആയിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് രാമനെ കാണുന്നതിന് മുമ്പ് പോയി എന്താണ് ഫ്രഷ് ആയിട്ട് ഗോ ആൻഡ് ഹാവ് എ ഡിപ്പ് ഇൻ ദ സീ എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു ഐറണിയാണ് അവിടെ. സീതേനെ ഇവര് ഒരു ഇമ്പ്യൂർ ആയിട്ട് കാണുന്നു. ആ ഒരു റിച്വൽ ബേത്തിങ് എന്ന് പറയുന്നത് ഒരു പ്യൂരിഫിക്കേഷനെ കാണിക്കാനാണ്. പിന്നെ
ഇവിടെ അതുപോലെ അങ്ങനെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ അവസാനം സീത എന്താ പോകുന്നുണ്ട് കടലിൽ. അപ്പം സീതയുടെ കൂടെ മണ്ഡോദരി ഉണ്ട്, രാവണന്റെ വൈഫ്. അപ്പം എന്താണ് ബാക്കി അവരോടൊപ്പം ഒരുപാട് വിധവയായിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പം സീത പോയി ഈ കടലിൽ കുളിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഇവര് മറ്റേ ചന്ദനമൊക്കെ ചാർത്തി കൊടുക്കുന്നു, സീതയുടെ കണ്ണ് എഴുതി കൊടുക്കുന്നു, ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സ് ഒക്കെ കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം സീതയ്ക്ക് എന്താണ് ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ആയിട്ട് തോന്നുകയാണ്. തന്നെ എന്തോ ഒരു ഇല്ല നമ്മള് എന്താണ് ഒരു സാക്രിഫിഷ്യൽ ബീയിങ് എന്ന് പറയത്തില്ലേ, ഒരു ബലി കൊടുക്കാൻ പോകുന്ന മൃഗത്തിനെ പോലെ, അതുപോലെയാണ് എല്ലാവരും. പിന്നെ അതുപോലെ അവിടെ നിൽക്കുന്ന സ്ത്രീകളും എല്ലാം വിധവകളാണ്. അപ്പം അവരെ കാണുമ്പോൾ സീതയ്ക്ക് ഒരു ഗിൽറ്റ് ഉണ്ട്, താൻ കാരണമാണല്ലോ ഈ യുദ്ധം എല്ലാം ഉണ്ടായത്, അതുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു ഗിൽറ്റും, അതുകൊണ്ട് സീത ഇങ്ങനെ തലകുനിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം എന്നിട്ട് പിന്നെ അടുത്തത് മണ്ഡോദരി മാത്രം അവര് എന്താണ് മറ്റേ രാവണന് വേണ്ടിയിട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ടും കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് സീതയ്ക്ക് തോന്നുകയാണ് എന്താണ് ആരാണ് സത്യത്തിൽ ഇവിടെ തെറ്റ് ചെയ്തത്, ഹൂ ഈസ് സഫറിങ് ബിക്കോസ് ഓഫ് ദ സിൻ. അപ്പം ഇഫ് ഇറ്റ് വാസ് ലങ്ക വിച്ച് ഹാഡ് കോസ് സീത പെയിൻ ദേ ബെഗ് പാർഡൻ സിറ്റിംഗ് വിത്ത് ബോർഡ് ഹെഡ്സ് ബൈ സീതാസ് ഫീറ്റ്. അപ്പം സത്യത്തിൽ ആരാണ് ഇവിടെ പാപം ചെയ്തത്, ലങ്കയാണോ രാവണനാണോ? കാരണം ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ചികഞ്ഞു പോയ ആദ്യത്തെ ഒരു സിൻ എന്ന് നോക്കുമ്പം നമുക്ക് പറയാം രാമനും ലക്ഷ്മണനുമാണ് ആദ്യമായിട്ടുള്ള സിൻ ചെയ്തതെന്ന്. കാരണം ഈ ശൂർപ്പണഖ എന്ന് പറയുന്ന രാവണന്റെ സഹോദരിയാണ്. അവര് ലക്ഷ്മണൻ രാമന്റെ അടുത്തും പോയി എന്താണ് അവർക്ക് രാമനെ ഇഷ്ടമാണെന്ന് പറയുന്നു. അവര് ജസ്റ്റ് അവരുടെ ലവ് കൺഫസ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ ഇവരെന്താണ് അവരുടെ ബോഡി പാർട്സ് ഒക്കെ കട്ട് ചെയ്ത് അവരെ അങ്ങനെയാണ് തിരിച്ചയച്ചത്. അപ്പം സത്യത്തിൽ അതല്ലേ ഏറ്റവും വലിയ സിൻ എന്ന്, അതാണ് ഇതിന്റെ എല്ലാം തുടക്കം. അതുകൊണ്ടാണ് ശൂർപ്പണഖേനെ ഇവര് അപമാനിച്ചത് കൊണ്ടാണ് അവര് പോയി അവരുടെ ലവ് കൺഫസ് ചെയ്തതേ ഉള്ളൂ. അപ്പം അതിന് പകരമായിട്ട് എന്താ അവരെ അങ്ങനെ ചെയ്തപ്പോഴത്തേനും അതുകൊണ്ട് ആണ് ഇതെല്ലാം തുടങ്ങിയത്. അതുകൊണ്ടാണ് രാവണൻ ഇതിനെതിരെ റിവെഞ്ച് എടുക്കണം എന്ന് തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ ബാക്കി 2 ബ്രദേഴ്സ് അവിടെ പോയി, പക്ഷെ അവരെ രാമനും ലക്ഷ്മണനും കൊല്ലുന്നു. അപ്പൊ അതിന് പ്രതികാരമായിട്ട് എന്നൊക്കെ പറഞ്ഞാണ് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം അവിടെ അല്ലേ? അപ്പൊ സത്യത്തില് രാവണനാണോ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലങ്കയാണോ തെറ്റ് ചെയ്തത് എന്ന് ചിന്തിക്കാനുള്ളൊരു ഇത് സീത ഇപ്പം ചിന്തിക്കുകയാണ്. അപ്പം പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് രാമനപ്പം എന്താണ് സീതനെ കാണാൻ വരുന്നു. ഇവര് കുളിച്ച് ശുദ്ധിയായിട്ട് വരുന്നു, അങ്ങനെ വരണം എന്ന് പറഞ്ഞു. അപ്പം സീത പ്രതീക്ഷിച്ചതെന്ന് പറയുമ്പോൾ ഈ യുദ്ധമൊക്കെ കഴിയുമ്പം രാവണൻ തന്നെ പഴയ പോലെ അതേ സ്നേഹത്തോടെ ലവോടെ ഒരു കമ്പാഷനോടെ തന്നെ സ്വീകരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പ്രതീക്ഷകളൊക്കെ വിപരീതമായിട്ടാണ് അവിടെ സംഭവിച്ചത്. അവര് വിചാരിച്ചത് രാമൻ എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ സീതയെ കാണാൻ വരുമ്പം സത്യത്തിൽ രാമന്റെ ഫേസ് സീതയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ബാക്കി അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്, ഒരുപാട് കുരങ്ങന്മാരുണ്ട്, ഡീമൺസ് ഉണ്ട്, രാക്ഷസന്മാരുണ്ട്. ഇതിന്റെ ഇടയിൽ രാമന്റെ ഫേസ് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത് രാമൻ അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഫേസ് ഇറ്റ് ഹാഡ് ഡാർക്ക് ആൻഡ് ലൈക്ക് പോയിസൺ ആൻഡ് ലോസ്റ്റ് ഇറ്റ്സ് റേഡിയൻസ് ഇൻ ഡാർക്ക് സസ്പീഷൻസ് ആൻഡ് ബോട്ടിൽഡ് അപ്പ് ആങ്കർ. അപ്പം രാമന്റെ മുഖം എന്ന് പറയുന്നത് പോയിസൺ പോലെ, വിഷം പോലെ ഇങ്ങനെ ഡാർക്ക് ആയിരിക്കുകയാണ്. ആ ഡാർക്ക്നെസ്സിന്റെ റീസൺ എന്ന് പറയുന്നത് സസ്പീഷൻ ആണ്, അതായത് സംശയമാണ്, സീതയോടുള്ളൊരു വിശ്വാസക്കുറവ്. കാരണം ആൾക്കാർ പറയുന്നതിന് രാമൻ വിശ്വസിക്കുന്നത് എന്താണ് ഈ ഒരു സീതയുടെ അബ്ഡക്ഷൻ കാരണം എന്താ അവരുടെ രാജ്യത്തിന് അയോധ്യക്ക് ഏറ്റവും വലിയൊരു ചീത്തപ്പേര് ഉണ്ടായി എന്ന രീതിയിലാണ് ഇത് ചിന്തിക്കുന്നത്. അത് രാമൻ തന്നെ ഡയറക്റ്റ് പറയുന്ന ഒരു സീനുണ്ട്. സീതയെടുത്ത് സംസാരിക്കുമ്പം പറയുന്നതാണ്, ഐ ഡിഡ് നോട്ട് വിൻ ദ ബാറ്റിൽ ടു വിൻ യു, ദ ഇൻസൾട്ട് വിച്ച് ഹാഡ് ഫോളൻ ഓൺ മീ ആൻഡ് മൈ റൈസ്. അപ്പം രാമൻ സീതയോട് ഇതൊരു എന്താണ് ഭയങ്കര വിഷമം സീതയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വേർഡ്സ് ആണ്. അതായത് ഐ ഡിഡ് നോട്ട് വിൻ ദ ബാറ്റിൽ ടു വിൻ യു, സീതേനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല രാമൻ ആ യുദ്ധം ചെയ്തത്, അല്ലെങ്കിൽ നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ യുദ്ധം ജയിച്ചത്. എന്തിനാണ് അദ്ദേഹം ജയിച്ചത്? ദ ഇൻസൾട്ട് വിച്ച് ഹാഡ് ഫോളൻ ഓൺ മീ ആൻഡ് മൈ റൈസ്, എൻ്റെ രാജ്യത്തിനും എൻ്റെ കുടുംബത്തിനും പറ്റിയ ആ ഒരു ഇൻസൾട്ട് അല്ലെങ്കിൽ അപമാനം
ആ ഒരു അപമാനം നീക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യുദ്ധം ചെയ്തത്. അല്ലാതെ സീതേനെ തിരിച്ചു കിട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. രാജ്യത്തിന്റെ അയോധ്യയുടെ പേരിൽ ഉള്ള ആ ഒരു പേര് ദോഷം അതുണ്ടാവരുത്. അപ്പം എല്ലാവരും എന്താണ് എന്താ സീതേനെ അപ്പം ഒരു സീതയാണ് സത്യത്തിൽ ഇവിടുത്തെ വിക്ടിം. അവരൊന്നും ചെയ്തിട്ടല്ല. അപ്പം സത്യത്തില് അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്, ഈ കുറ്റങ്ങളെല്ലാം രാമൻ സീതയിൽ ആരോപിക്കുമ്പോഴും ഇവൻ സത്യത്തിൽ ഇവിടെ വിക്ടിം സീതയാണ്. പക്ഷെ സീതേനെ ഇവരൊരു ക്രിമിനൽ ആയിട്ടാണ് കാണുന്നത്. ഇതിനെല്ലാം കാരണം സീതയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഇതായിരുന്നോ എന്ന് സീത പറയുന്നുണ്ട്. ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതായത് മിഥില, മിഥില സീത ജനിച്ചു വളർന്ന സ്ഥലമാണ്. MITHI അല്ലേ മിഥില. അപ്പം മിഥിലയില് സീതേനെ ആ ഒരു രാജ്യം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് കണ്ടത്. അതുപോലെ സീതയുടെ അച്ഛനും ജനകനും അവരെ അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഇതായിട്ടും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഇതായിട്ടാണ് വളർത്തിയത്. ലവ് ചെയ്തിരുന്നു സീതേനെ, എല്ലാവരും അവിടെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അയോധ്യയിൽ വന്നപ്പോൾ അങ്ങനെയല്ല. അയോധ്യയിൽ സീത പറയുന്നത് എല്ലാം സീക്രട്സ് ആണ്. ഇൻ അയോധ്യ there were always secrets, the murky secrets, പിന്നെ hidden arrow that someone aimed always at a wrong target disturb the sleep. അപ്പം അപ്പം ഈ രാമൻ പറയുന്ന നേരത്തെ പറഞ്ഞ വാക്കുകൾ സീതയുടെ ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ടു വൈപ്പ് ഔട്ട് ദി ഇൻസൾട്ട് ദാറ്റ് ഹാഡ് ഫോളൻ ഓൺ മീ ആൻഡ് മൈ റേസ്. എൻ്റെ രാജ്യത്തിൽ വന്ന ആ ഒരു ഇൻസൾട്ട് മാറ്റാനാണ് ഞാൻ യുദ്ധം ചെയ്തത്, അല്ലാതെ സീതേനെ വിൻ ചെയ്യാനല്ല. അപ്പം അയോധ്യയുമായിട്ട് മിഥിലേനെ കമ്പയർ ചെയ്യുമ്പോൾ അയോധ്യയിലെല്ലാം സീക്രട്സ് ആണ്. അതായത് ഇവിടെ സീക്രട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കൈകേയിയുടെ ആ ഒരു ഇൻസിഡന്റ് ആണ്. അതായത് മറ്റേ കൈകേയി ഒരു വരം ചോദിച്ചായിരുന്നല്ലോ, ആ വരം കൈകേയിക്കും ദശരഥനും മാത്രമേ അറിയുള്ളായിരുന്നു. അവര് തമ്മിൽ പറഞ്ഞതാണ്. ആ ഒരു എന്താണ് കൈകേയിക്ക് 3 ആഗ്രഹങ്ങൾ പറയാം, അത് നടത്തി കൊടുക്കും. അതുകൊണ്ടാണല്ലോ എന്താണ് രാമൻ അയോധ്യ വിട്ടു പോകണമെന്നും എന്നൊക്കെ അവർ പ്രഖ്യാപിച്ചത്, 14 വർഷം വനത്തിൽ താമസിക്കണമെന്നൊക്കെ. അതാണ് ഇവിടെ സീക്രട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഹിഡൻ ആരോ, ഹിഡൻ ആരോ എന്ന് പറയുമ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ക്രൈം ഓഫ് ദശരഥ, ദശരഥന്റെ ആ ഒരു ക്രൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ദശരഥൻ എന്തോ അത് രാമായണത്തിലെ ഏതൊരു കഥയാണെന്ന് തോന്നുന്നു. എന്താണ് ഇന്നസെന്റ് ആയിട്ടുള്ള ആരെയോ കൊല്ലുന്നതോ അങ്ങനെ എന്തോ, ഹണ്ടിങ്ങിന് മുമ്പ്, അത് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഇതെല്ലാം സത്യത്തില് അയോധ്യയിലാണ് എല്ലാ സിൻസും നടന്നത്. സത്യത്തില് കൈകേയി എന്താണ് കൈകേയിക്ക് ആ ബൂൺ കൊടുത്തു. അത് കഴിഞ്ഞ് കൈകേയി കാരണമാണ് ഇതെല്ലാം സത്യത്തിൽ ഉണ്ടായത്. അവിടെ അയോധ്യയിലാണ് ഈ നാശത്തിന്റെ എല്ലാം തുടക്കം. എന്താണ് രാമന് രാജ്യം കൊടുക്കരുത്, രാമനെ അതുപോലെ 14 വർഷം വനത്തിൽ പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് സീതയും രാമനും വനത്തിൽ പോകേണ്ട വന്നത്. അതുകൊണ്ടാണ് ഇപ്പം എന്താണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം അവിടെയാണ്. പക്ഷെ ഇവരെല്ലാം കുറ്റപ്പെടുത്തുന്നത് സീതയെ മാത്രമാണ്. അതുപോലെ രാമൻ പറയുന്നുണ്ട്, നിന്നെ വിൻ ചെയ്യാനല്ല, രാജ്യത്തിന്റെ പേരുള്ള ആ ഒരു ദുഷ്പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ അതുപോലെ പറയുന്നുണ്ട്, യു ക്യാൻ ലീവ് വിത്ത് ലക്ഷ്മണ ഓർ ഭരത ഓർ സുഗ്രീവ ഓർ വിഭീഷണ. അതും രാമനാണ് പറയുന്നത്. രാമന്റെ കൂടെ ഇനി താമസിക്കണം എന്നില്ല, ആരുടെ കൂടെ വേണമെങ്കിലും പോകാം എന്നുള്ള രീതിയിൽ പറയുന്നു. എന്നിട്ട് അതുപോലെ പറയുന്നു, അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്, സീത പ്യുവർ ആണ്, ഇപ്പോഴും ചേസ്റ്റ് ആണ് എന്ന് എന്താണ് അത് പണ്ടത്തെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അവർ ചേസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്യുവർ ആണെങ്കിൽ ആ ഒരു തീയിലൂടെ നടന്നു പോയാൽ അവർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി അപ്പൊ സീത പറയുകയാണ് ലക്ഷ്മണന്റെ അടുത്ത്, ലൈറ്റ് എ പയർ ഫോർ മീ, PYRE, പയർ എന്ന് പറഞ്ഞാൽ ചിത. അപ്പം എന്നിട്ട് അവസാനം സീത ആ ചിതയിലൂടെ നടക്കുകയാണ്. അപ്പം ആ ഫ്ലെയിംസ് ഒന്നും തീ അവരെ ബാധിക്കുന്നില്ല, കാരണം സീത പ്യുവർ ആണ്. പക്ഷെ ഇതിന്റെ എൻഡിങ് ഒരു ഓപ്പൺ എൻഡിങ് ആണ്. അതായത് സീതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല. അറൌണ്ട് സീത ദ ഫ്ലെയിംസ് ഡാൻസ് ഡൈ, ദെൻ ദ പ്യൂരിഫൈഡ് എർത്ത് ലേ അവൈറ്റിംഗ് റെയിൻ ആൻഡ് സീഡ്. ഇവിടെ പ്യൂരിഫൈഡ് എർത്ത്, ഭൂമി എന്ന് ഉദ്ദേശിക്കുന്ന സീതേനെയാണ്. സീത വെയിറ്റിംഗ് ഫോർ റെക്കഗ്നിഷൻ, അവരെ മനസ്സിലാക്കാൻ ആക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഇവരെല്ലാം സീതയാണ് തെറ്റുകാരി എന്ന് ഏതാണ്. അപ്പൊ അതാണ് സീത എർത്തിന്റെ ഒരു മെറ്റഫറായിട്ടും ഉപയോഗിക്കുന്നു. കാരണം ഭൂമി എന്ന് പറയുന്നത് എല്ലാം എൻജോയ് ചെയ്യുന്ന, സഹിക്കുന്ന ഒരിതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് സീത. അങ്ങനെ ഒരു ഓപ്പൺ എൻഡിങ് ആണ്. അതായത് ഒരു പ്യൂരിഫിക്കേഷനിൽ സീതയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ സീത വെയിറ്റ് ചെയ്യാണ് ഒരു എർത്തിനെ പോലെ ഫോർ റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നന്മ മനസ്സിലാക്കുന്നില്ല
ആ ഒരു പുള്ളിക്കാരിനെ ക്രിമിനലായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് പോസ്റ്റ് മോഡേൺ റീഡിങ്. അതായത് നോർമൽ എന്താണ് മറ്റേ രാമായണത്തിൽ രാമനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് പോലെയല്ല, ഇങ്ങനെ മറ്റൊരു സൈഡ് ഇതിന് ഉണ്ട് എന്നുള്ള രീതി. അതാണ് അശോക ബൈ സാറാ ജോസഫ്.